നമ്മുടെ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന സെൻസ് ഓർഗനാണ് ഐ. ഏതൊക്കെയാണ് ഐൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്? വിട്രിയസ് ഹ്യൂമർ, സീലിയറി ബോഡി, ലെൻസ്, ഐറിസ്, കോർണിയ, സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, ഒപ്റ്റിക് നെർവ്, ബ്ലഡ് വെസൽസ്. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് വിട്രിയസ് ഹ്യൂമർ എന്താണെന്ന് നോക്കാം. വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഇത് റെറ്റിനയുടെയും ലെൻസിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന വിട്രിയസ് ചേംബറിലാണ് ഈ വിട്രിയസ് ഹ്യൂമർ കാണപ്പെടുന്നത്. കണ്ണിന് ഷേപ്പ് നൽകുക അല്ലെങ്കിൽ ഷേപ്പ് നിലനിർത്തുക എന്നതാണ് വിട്രിയസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ. സെക്കൻഡ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് സീലിയറി ബോഡി. കണ്ണിനുള്ളിൽ ദ്രാവകം ഉണ്ടാക്കുക എന്ന ഫംഗ്ഷനാണ് സീലിയറി ബോഡിക്കുള്ളത്. അതുമാത്രമല്ല വിവിധ ഡിസ്റ്റൻസിൽ നിന്നുള്ള ഒബ്ജക്ട്സിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ലെൻസിനെ പ്രാപ്തമാക്കുന്നു. തേർഡ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ലെൻസ്. ഇലാസ്റ്റിക് ട്രാൻസ്പാരൻറ്റ് കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിലുള്ളത്. ലിഗ്മെന്റ്സിനാൽ സിലിയറി മസിൽസുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. കണ്ണിൽ എത്തുന്ന ലൈറ്റിനെ ലെൻസ് റിസീവ് ചെയ്യുന്നു. പിന്നീട് കണ്ണിൻ്റെ പിൻഭാഗത്തിനോട് അല്ലെങ്കിൽ പിൻഭാഗത്തേക്ക് ലൈറ്റിനെ ബൗൺസ് ഓഫ് ചെയ്യുന്നു. നെക്സ്റ്റ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഐറിസ്. കണ്ണിൻ്റെ മുന്നിലെ കളേർഡ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐറിസ് എന്ന് പറയുന്നത്. ഇത് കണ്ണിലേക്ക് എത്തുന്ന ലൈറ്റ് എമൗണ്ടിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് ഐറിസിന് കളർ നൽകുന്നത്. നെക്സ്റ്റ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് കോർണിയ. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം ലൈക്ക് പാർട്ടിനെയാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത്. ഇത് ഇമേജിൽ ഫോക്കസ് ചെയ്യാൻ കണ്ണിനെ പ്രാപ്തമാക്കുന്നു. അതുമാത്രമല്ല റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റ് റേസിനെ അപവർത്തനം ചെയ്യുന്നതും കോർണിയാണ്. കണ്ണിന് 3 പാർട്ട് ഉണ്ട്. അതായത് കണ്ണിന് 3 ലെയേഴ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ലെയറാണ് സ്ക്ലീറ. കണ്ണിലെ വൈറ്റ് ആയിട്ടുള്ള ഔട്ടർ പാർട്ടിനെയാണ് നമ്മൾ സ്ക്ലീറ എന്ന് പറയുന്നത്. ഇത് ടഫ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ് സ്ക്ലീറ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ണിൻ്റെ ഉൾഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കണ്ണിൻ്റെ സെക്കൻഡ് ലെയറാണ് കൊറോയിഡ്. കണ്ണിൻ്റെ മിഡിൽ ലെയർ എന്നും നമുക്ക് കൊറോയിഡിനെ പറയാം. ഇതിൽ ധാരാളം ബ്ലഡ് വെസൽസ് ഉണ്ട്. ഇതിൽ കാണപ്പെടുന്ന ബ്ലഡ് വെസൽസ് ആണ് കണ്ണിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, ന്യൂട്രിയൻസ് ഇതെല്ലാം കണ്ണിലേക്ക് എത്തിക്കുന്നത്. കൊറോയിഡിൽ വരുന്ന കണ്ണിൻ്റെ പാർട്സ് ആണ് ഐറിസും പ്യൂപ്പിളും. കണ്ണിലെ തേർഡ് ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് റെറ്റിന. ലെൻസിൽ നിന്നുള്ള ലൈറ്റിനെ റിസീവ് ചെയ്യുന്ന പാർട്ടാണ് റെറ്റിന. ഇതിൽ ധാരാളം ഫോട്ടോ റിസപ്റ്റേഴ്സ് സെൽസ് ഉണ്ട്. റോഡ് സെൽസ്, കോൺ സെൽസ് ഇവയെയാണ് നമ്മൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് സെൽസ് എന്ന് പറയപ്പെടുന്നത്. ഡിം ലൈറ്റിൽ ഒബ്ജക്ട്സിനെ കാണാൻ സഹായിക്കുന്നത് റോഡ് സെൽസ് ആണ്. എന്നാൽ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ സെൽസ് ആണ്. 3 ടൈപ്സ് കോൺ സെൽസ് ഉണ്ട്. 3 പ്രൈമറി കളേഴ്സിനെ തിരിച്ചറിയാൻ അവ മൂന്നുമാണ് നമ്മളെ സഹായിക്കുന്നത്. ബ്ലഡിനെ കണ്ണിലേക്കും പുറത്തേക്കും കൊണ്ടുപോകുന്നത് ബ്ലഡ് വെസൽസ് ആണ്. ഇതുകൂടാതെ കണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, ന്യൂട്രിയൻസ് ഇതിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ബ്ലഡ് വെസൽസിലൂടെയാണ്. നെക്സ്റ്റ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒപ്റ്റിക് നെർവ്. ഈ ഒപ്റ്റിക് നെർവിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെറ്റിനയിൽ കാണപ്പെടുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് സെൽസിൽ നിന്നും ഇമ്പൾസസിനെ ബ്രെയിനിലെ വിഷ്വൽ സെൻറ്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒപ്റ്റിക് നെർവിലൂടെയാണ്. ഇത്രയുമാണ് കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. താങ്ക്